പ്രിയമുള്ള സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓണത്തിൻ്റെ ക്ഷേമ പെൻഷനൊക്കെ കിട്ടിയിട്ട് എല്ലാവരും ഇരിക്കുകയാണ്. 3200 രൂപയാണ് എല്ലാവർക്കും ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കുമായിട്ട് എത്തിയിരിക്കുന്നത്. അപ്പോൾ കിട്ടിയ ആളുകൾക്ക് ഈ ഒരു സന്തോഷ വാർത്തയുടെ പുറകെ ഒരു മുട്ടൻ പണി കൂടി വരുന്നുണ്ട്. എല്ലാവരും വീഡിയോ ഒന്ന് പൂർണ്ണമായും കാണുക, വീഡിയോ ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടി വെക്കുക. ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്ന ആളുകൾ തീർച്ചയായിട്ടും നമ്മുടെ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക. നമുക്കറിയാം, സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ 2 മാസത്തെ തുക, അത് കുടിശ്ശിക ഉൾപ്പെടെ 2 മാസ തുകയാണ് ഓണത്തിന് സംസ്ഥാന സർക്കാർ വിതരണം ചെയ്യുമെന്ന് പറഞ്ഞത്. ആ ഒരു തുക ഇപ്പോൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പല ആളുകൾക്കും തുക കിട്ടിയിട്ടുണ്ട്, ചില ആളുകൾക്ക് തുക കിട്ടിയിട്ടില്ല. പക്ഷേ എല്ലാവർക്കും തന്നെ തുക ഉടനെ തന്നെ പൂർണ്ണ അളവിൽ ലഭിക്കും. പക്ഷേ ഇതൊന്നുമല്ല ഇപ്പോഴത്തെ കാര്യം. എല്ലാവരും വളരെ സന്തോഷത്തിലിരിക്കുന്ന സമയത്ത് മറ്റൊരു കാര്യം കൂടി തീർച്ചയായിട്ടും മനസ്സിലാക്കണം. നമ്മുടെ ഓണാഘോഷമൊക്കെ കഴിഞ്ഞ് അടുത്ത തവണ ഈ ഒരു പെൻഷൻ ആനുകൂല്യം വാങ്ങുമ്പോൾ കൂടുതലായിട്ട് ആളുകളെ പുറത്താക്കുന്ന നടപടി ഉണ്ടാകുമെന്ന് ഇപ്പോൾ നമുക്ക് ഒരു സൂചന ലഭിച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ച് അനർഹമായിട്ട് തുക വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് വലിയ രീതിയിലുള്ള കർശന നടപടികളൊക്കെ ഉണ്ടാവും. മാത്രമല്ല, മസ്റ്ററിങ്ങിനുള്ള ഒരു സമയം നീട്ടിയിട്ടുണ്ട് എങ്കിൽ പോലും ഇതിൻ്റെ മസ്റ്ററിങ് വലിയ രീതിയിൽ ആളുകൾ പരാജയപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കർശനമായിട്ടുള്ള പരിശോധനകൾ ഈ ഒരു വിഷയത്തിൽ, ഈ ക്ഷേമ പെൻഷൻ അർഹതപ്പെട്ട ആളുകളിലേക്കാണോ ലഭിക്കുന്നത് എന്ന് സർക്കാർ തന്നെ നോക്കുകയാണ്. വലിയ രീതിയിൽ പരിശോധിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളൊക്കെയാണ് വരുന്നത്. തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ മുഖേനയൊക്കെയാണ് ഈ ഒരു പരിശോധന കൂടുതൽ കർക്കശമായിട്ട് മുന്നോട്ട് പോകുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമുക്ക് ഈ ഒരു തുക കൈപ്പറ്റുമ്പോൾ ഇനിയും നിങ്ങൾക്ക് അർഹതയുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ മുൻപ് അർഹതയുണ്ടായിട്ട് ഇപ്പോൾ അർഹതയില്ലാത്ത ആളുകളാണോ എന്നുള്ള കാര്യങ്ങൾ സൂക്ഷ്മമായിട്ട് പരിശോധിക്കുമെന്നുള്ള സൂചനകളാണ് ലഭിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ വലിയ നടപടികൾ, പ്രത്യേകിച്ച് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ വലിയ രീതിയിലുള്ള നടപടികളിലേക്ക്, ഇത്രയും നാളും പിടിച്ച തുക, ഇത്രയും നാളും വാങ്ങിച്ച തുക ഒരു പക്ഷേ തിരിച്ചടയ്ക്കേണ്ട രീതിയിലേക്കുള്ള സാഹചര്യങ്ങൾ വരുന്നുണ്ട്. മാത്രമല്ല, മറ്റൊരു രീതിയിൽ സംസ്ഥാന സർക്കാരിന് ഇലക്ഷന് മുമ്പായിട്ട് തുക വലിയ രീതിയിൽ തന്നെ വർദ്ധിപ്പിക്കുവാനുള്ള ഒരു പദ്ധതി ഉണ്ട് എന്നുള്ള സൂചനകൾ വരുന്നുണ്ട്. 2000 രൂപയിലേക്ക് ക്ഷേമ പെൻഷൻ എത്തിക്കാനുള്ള നടപടിയും, അനർഹരായിട്ടുള്ള ആളുകളെ പിരിച്ചുവിടുമ്പോൾ അല്ലെങ്കിൽ പദ്ധതിയിൽ നിന്ന് പുറത്താക്കുമ്പോൾ അവർക്ക് കൊടുക്കേണ്ട തുക മറ്റുള്ള ആളുകൾക്ക് കൊടുക്കാൻ സാധിക്കും എന്നുള്ള രീതിയിലേക്ക് ഒരു സാഹചര്യം സംസ്ഥാന സർക്കാർ ആലോചിക്കുന്നു. അല്ല, അതിൻ്റെ എങ്ങനെ കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ള ഒരു സൂചന നോക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളൊക്കെയാണ് വരുന്നത്. എന്തുതന്നെയായാലും ഇത് വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് ക്ഷേമ പെൻഷൻ വളരെയധികം ആളുകൾക്ക് വലിയ ഒരു സഹായം തന്നെയായി മാറുമ്പോൾ ഇത് തീർച്ചയായിട്ടും നമുക്ക് വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒന്നാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തുതന്നെയായാലും ക്ഷേമ പെൻഷൻ വാങ്ങുന്ന എല്ലാ ആളുകളും ഈ ഒരു കാര്യം ഒന്ന് പ്രത്യേകം മനസ്സിലാക്കി വെക്കുക. നിങ്ങൾക്ക് അർഹത ഇല്ല എങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സ്കീമിൽ നിന്ന്, പദ്ധതിയിൽ നിന്ന് പുറത്തു പോകാൻ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ഇത് വലിയ രീതിയിൽ നിങ്ങൾക്ക് തന്നെ ബുദ്ധിമുട്ടുണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ വന്നത്. കൂടാതെ വളരെയധികം ആളുകളെ പുറത്താക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള നടപടികളും ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കുക, വളരെ പ്രധാനം.